ക്രിപ്റ്റോ ആൻഡ് ബിറ്റ്കോയിൻ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിപ്പോൾ മൂന്നെണ്ണമായിട്ടും കംപ്ലീറ്റ് ആയില്ല. മൂന്നും പോരാ, 4-5 വീഡിയോ വേണം. എനിവേ ഒരു പുതിയ കാര്യം പഠിക്കാനാണല്ലോ, അപ്പോൾ അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരാം, എങ്കിലാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതിന്റെ ഫസ്റ്റ് സീരീസിൽ ഇത് എന്താണെന്നുള്ളൊരു കഥ നമ്മൾ നോർമലി പറയാറില്ല എങ്കിലും ഇതൊരു പുതിയ ലോകമായതുകൊണ്ട് തന്നെ ചെറിയ കഥ രൂപത്തിൽ നമ്മൾ ഒന്നാമത്തെ സീരീസിൽ അവതരിപ്പിച്ചു. എന്താണ് ഈ ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി എന്താണ്, ഇതിന്റെ കഥ, സംഭവം ലീഗലാണോ അല്ലയോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. ഇവരെ കൂട്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡിംഗ് പോകുന്നു. ആ ഗ്രൂപ്പ് അത്ര ആക്റ്റീവ് അല്ല, ബിക്കോസ് നമുക്കും മറ്റ് സാധാ ട്രേഡിംഗ്, ഓപ്ഷൻ ട്രേഡിംഗിൽ നിന്നൊക്കെ ഇതിലേക്ക് വരാൻ അല്പം സമയം വേണം. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഗ്രൂപ്പിനെ ഞാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ ഗ്രൂപ്പ്. പുതിയ ക്രിപ്റ്റോ ലോകത്തെ പുതിയ വിശേഷങ്ങളെല്ലാം ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഒപ്പം ട്രേഡുകൾ, ലൈവ് ട്രേഡുകൾ നമ്മൾ ഒരുമിച്ചെടുക്കാറുണ്ട്. ക്രിപ്റ്റോന്റെ ബൈയിങ്ങും സെല്ലിങ്ങും എല്ലാ കാര്യവും നമ്മൾ വ്യക്തമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങളും ഈ വേൾഡിൽ പുതിയതാണോ, നിങ്ങളും ബേസിക് കാര്യങ്ങൾ അറിയില്ല, എന്ത് മേടിക്കണം, എങ്ങനെ മേടിക്കണം, അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുതിയ അപ്ഡേഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് സിമ്പിളായിട്ട് എത്താനായിട്ട് നിങ്ങൾക്കും നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാം. അതിനുവേണ്ടി ഒരേ ഒരു കണ്ടീഷനുള്ളൂ, നമ്മളുടെ ലിങ്കുകൾ വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇനീഷ്യലി നമ്മൾ 2 പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന് ഡെൽറ്റയും ഒപ്പം പുതിയതായിട്ട് 1-2 എക്സ്ചേഞ്ചുകളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ക്രിപ്റ്റോന്റെ ഈ പറയുന്ന എക്സ്ചേഞ്ചുകളിൽ ഏതെങ്കിലും പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. ആ സ്ക്രീൻഷോട്ടുകൾ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്, ഈ വാട്സ്ആപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഫ്രീ ആയി ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മീൻസ് ലൈഫ് ടൈം ഫ്രീ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു 50% ഞാൻ വേണ്ടി ടീം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മുമ്പിലേക്ക് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് ഇത്തരം അപ്ഡേഷൻസ് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവും. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ വേറെ എന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നതെന്നുള്ളത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർക്ക് അതും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തരാം. നമ്മൾ ബിഗിനേഴ്സിന് ഈ പറയുന്ന ഷെയർ ട്രേഡിംഗ് ആയാലും ഓപ്ഷൻ ആയാലും കമ്മോഡിറ്റി ആയാലും ഏത് സെഗ്മെന്റിലാണെങ്കിലും ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സർവീസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് ലോകത്തെ, അത് സ്റ്റോക്ക് ആവാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ആവാം, കമ്മോഡിറ്റി ആവാം, ഫോറക്സ് ആവാം, ഇപ്പൊ ക്രിപ്റ്റോ ആവാം, ഈ പറയുന്ന ഏത് കാര്യത്തിലും ഞാൻ ഈ പറയുന്ന സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളെ കൊണ്ട് ലൈവായി ട്രേഡ് ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് വേണ്ട 1-to-1 എല്ലാ സപ്പോർട്ടും ചെയ്തു തരാൻ നമുക്ക് നല്ലൊരു ടീമുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ സർവീസുകളെല്ലാം ഫ്രീ ആണ്. ഒപ്പം പെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ സർവീസുകളും ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും തുടക്കക്കാരോടൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ട് ആണ്, ട്രേഡിംഗ് കാര്യങ്ങൾ ബേസിക് അറിയാം, നല്ല ക്യാപിറ്റലുണ്ട്, നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒപ്പം ഈ പറയുന്ന പുതിയ സെഗ്മെന്റുകളിൽ കൈവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ പെയ്ഡ് സർവീസുകൾ ജോയിൻ ചെയ്യാം. അതേഴ്സ് ബാക്കി നിങ്ങൾക്ക് ക്രിപ്റ്റോ ഉൾപ്പെടെയുള്ള ഇത്തരം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടാം. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ₹1 പോലും നമ്മുടെ ഫീസോ ചാർജോ ഒന്നും തരേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ ടീമും നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ സിമ്പിളായിട്ട് എത്തിക്കുന്നതായിരിക്കും. സോ അധികം കാര്യങ്ങൾ പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല, ക്വിക്ലി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇനിയാണ് ഇന്നത്തെ പുതിയ 3 അതിഥികൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് വസീറക്സ് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച്, 2 ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച്, 3 Gates.io എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച്. സോ ആദ്യം തന്നെ നമുക്ക് വസീറക്സ് ഒന്ന് പരിചയപ്പെടാം. സെയിം തന്നെയാണ്, ഈ പറയുന്ന എല്ലാ എക്സ്ചേഞ്ചുകളുടെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ലിങ്ക് വഴി തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യണം, എങ്കിലാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓക്കെ, ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചെയ്യേണ്ടത് സെയിം, ഓൾമോസ്റ്റ് നമ്മൾ വോൾഡൊക്കെ ഓപ്പൺ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാമെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയല്ല. ഇതൊക്കെ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും, ദാറ്റ് മീൻസ് അടുത്തടുത്ത എക്സ്ചേഞ്ചുകളിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ സ്വയമായിട്ട് കണ്ടുപിടിക്കുക. എൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ റെഫറൽ കോഡാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, വോൾഡിന് മാത്രമാണ് ദ മാനേജർ എന്ന് പറഞ്ഞ കോഡുള്ളൂ, ബാക്കിയുള്ളതിന് കോഡ് വ്യത്യാസമുണ്ട്. പ്രീ ഡിഫൈൻ ആയിട്ട് കോഡ് പറ്റില്ല. സോ ആ ലിങ്കിന്റെ അവസാനമുള്ള കോഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ലിങ്കിന്റെയും അവസാനമുള്ളതായിരിക്കും നമ്മളുടെ റെഫറൽ കോഡ്, അത് ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതാണ് വസീറക്സിന്റെ ഒരു പ്ലാറ്റ്ഫോം. വസീറക്സിൽ കയറുമ്പോൾ തന്നെ അല്പോടും വോളിനേക്കായി അല്പോടും ചാർട്ടൊക്കെ അല്പം ഇന്റർഫേസ് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് എന്നോട് പറയാറുണ്ട് സെറോദയാണോ അപ്സ്റ്റോക്കാണോ നല്ലത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നില്ല. ചിലർക്ക് ഫേസ്ബുക്ക് ഇഷ്ടം, ചിലർക്ക് ഇൻസ്റ്റാഗ്രാം ഇഷ്ടം. പ്ലാറ്റ്ഫോമിന്റെ വ്യൂ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, കാര്യങ്ങളൊക്കെ ഏകദേശം സെയിമാണ്. സോ വസീറക്സിൽ വോൾഡില്ലാത്ത കുറച്ച് പ്രത്യേകതകളുണ്ട്, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും. സെയിം തന്നെ കാര്യങ്ങൾ ബൈയും സെല്ലൊക്കെയാണ് വസീറക്സിലുള്ളത്. മറ്റോടത്ത് നമ്മൾ വാലറ്റിൽ കാണുന്നത് ഇവിടെ ഫണ്ട്സിലാണ് കാണുന്നത്. റിപ്പിളിന്റെയും ബിറ്റ്കോയിന്റെയും LTC, എത്തേറിയം എല്ലാത്തിന്റെയും ബാലൻസ് ഇവിടെ കാണാം. ഡെപ്പോസിറ്റും വിഡ്രോവലും ഇങ്ങനെ ചെയ്യാം. ഓൾമോസ്റ്റ് ഓപ്പണിംഗ് പ്രോസസ് സെയിം ആണ്. പാൻ കാർഡും ആധാർ കാർഡും സെൽഫിയാണ് ആവശ്യമുള്ളൂ. ഫണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം, സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല.
സെയിം തന്നെ വസീറെക്സിന് വലിയ മാറ്റമില്ല. വോൾഡിന്റെ അങ്ങനെ തന്നെ ഒരു പകർപ്പാണ്. വോൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിലും നടക്കുക, വസീറെക്സിൽ നടക്കുക. നമ്മൾ കൊടുക്കുന്ന ലിങ്ക് വഴി ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക, KYC ഒക്കെ സബ്മിറ്റ് ചെയ്യുക, പാൻ കാർഡ്, ഫോട്ടോ, ആധാർ കാർഡ് പോലുള്ള സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത് ആക്ടിവേഷൻ ആവാൻ ചിലപ്പോൾ ഒരു 2 ദിവസം വരെയൊക്കെ പിടിക്കാറുണ്ട്. വോൾഡ് പോലെ അത്ര ഇമ്മീഡിയറ്റ് അല്ല. വസീറെക്സിൽ ചിലപ്പോൾ ഒരു 1 or 2 ഡേ വരെ ആക്ടിവേഷൻ പിടിക്കും. അത് കൊടുത്ത് ചെയ്യാം. ₹1 പോലും അക്കൗണ്ട് ഓപ്പണിംഗ് ഫീ ഇതിലും ഇല്ല കേട്ടോ. സോ എല്ലാം ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതാണ് വസീറെക്സ്. ദെൻ അടുത്ത രണ്ടാമതൊരാളെ പറഞ്ഞു ബിനാൻസ്. ബിനാൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ബിനാൻസ് നമ്മൾ പറഞ്ഞ വോൾഡിന്റെ പണി മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഡെൽറ്റയുടെ കുറച്ച് പണിയെടുക്കും. ഡെൽറ്റ അങ്ങനെ ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായിരിക്കും കാരണം? ഡെൽറ്റ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഡെൽറ്റ പഠിക്കാറായി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഡെൽറ്റയ്ക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റയിൽ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 1000 രൂപ ചിലവുണ്ട്. എന്നാ വേണ്ടാന്നല്ലേ? അങ്ങനെ പറയരുത്. സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതൊരു 10-20 രൂപ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, വോൾഡിൽ നിന്നാണ് ഡെൽറ്റയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് പറ്റില്ല. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് ഇപ്പോൾ ബിറ്റ് കോയിൻ ആഡ് ചെയ്യാന്ന് വിചാരിക്കുമോ, ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഫീസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 1200-1500 രൂപ വരും. ഒരു ട്രാൻസാക്ഷൻ 1500 വരും. അത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റൂട്ടോ. ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് 1000 രൂപ പോട്ടിൽ നിന്ന് വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യാം. ചെറിയ എമൗണ്ടുകൾ ഇനീഷ്യൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഫണ്ട് ആഡ് ചെയ്യുമ്പം അപ്പ് ഫ്രണ്ടിൽ 1000-1200 ചാർജ് ഓടിക്കും. അതുകൊണ്ടാണ് ആ പ്രശ്നം നമ്മൾ 20 രൂപയ്ക്ക് ആക്കാൻ വേണ്ടി വേറെ കറൻസി ഉണ്ട്. അതായത് ബിറ്റ് കോയിനും USDT ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ ചാർജ് പോവുക. അതിന് പകരം XRP, BTT അതായത് ബിറ്റ്ടോറന്റിന്റെ പോലുള്ള കറൻസികൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ 10 രൂപ 20 രൂപ ചാർജ് വരുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡെൽറ്റ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഡെൽറ്റയിൽ ട്രാൻസാക്ഷൻ ബിറ്റ് കോയിനും തെതറും പോലുള്ള കറൻസികളിൽ അനുവദിക്കുന്നുള്ളൂ. അതുവഴി ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടം വരും? 1200 നഷ്ടം വരും. സോ ആ ഇഷ്യൂ അവർ സൂൺ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. ഓക്കെ. സോ മീൻ വൈൽ നമുക്ക് എന്ത് നോക്കാം? ബിനാൻസിന്റെ ഫെസിലിറ്റി നോക്കാം. ഇതാണ് ബിനാൻസിന്റെ പ്ലാറ്റ്ഫോം. അതും നമ്മുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുക, ബേസിക് KYC സബ്മിറ്റ് ചെയ്യുക. സെയിം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ സ്വന്തം ഫെമിലിയർ ആവാന്നുള്ളതാണ്. ഇതിൽ എക്സ്ട്രാ ഉള്ള ഫെസിലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ എന്തിനാ നമ്മൾ ഡെൽറ്റ ഓപ്പൺ ചെയ്തേ? എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ഡെൽറ്റ വേണമെന്ന് ഞാൻ കമ്പൾസറി പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരിക്കും അപ്പോൾ ഡെൽറ്റ? ഞാൻ പറഞ്ഞല്ലോ, വോൾഡ് ഉപയോഗിക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ റുപ്പി കൊടുത്ത് വാങ്ങാനും സൂക്ഷിക്കാനും അത് ലാഭം കിട്ടുമ്പോൾ വിറ്റ് കാശാക്കാനും, ഒപ്പം അത് ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ഫെസിലിറ്റികളും അതിലുണ്ട്. ഡെൽറ്റ എന്തിനാന്ന് പറഞ്ഞു? ഡെൽറ്റ ക്രിപ്റ്റോ കറൻസിയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം. അതാണ് പോയിന്റ്. സോ നമ്മുടെ മെയിൻ ആൾ ഡെൽറ്റ തന്നെയാണ്. ബട്ട് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പഠിപ്പിക്കാൻ എളുപ്പം വൈകുന്നത്. ആദ്യം ക്രിപ്റ്റോന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം അത് ട്രേഡ് ചെയ്യാനായിട്ട്. സോ ക്രിപ്റ്റോയുടെ അതിഗംഭീരമായിട്ടുള്ള പ്രത്യേകതയാണ് ക്രിപ്റ്റോയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്ത് കാശുണ്ടാക്കാം. ജസ്റ്റ് ലൈക്ക് നമ്മൾ ആ ബാങ്ക് നിഫ്റ്റിയും ചെയ്യുന്ന അതുപോലെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന കാര്യങ്ങൾ എന്തിൽ ചെയ്യാം? ക്രിപ്റ്റോയിൽ ചെയ്യാം. അതിനാണ് ഡെൽറ്റ. അത് എവിടെയും ചെയ്യാൻ പറ്റും, ബിനാൻസിലും ചെയ്യാം. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? എങ്ങനെയാന്ന് നോക്കാം. ഈ ബിനാൻസിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒന്നും പേടിക്കണ്ട. വസീറെക്സിനെ പറ്റിയും ബിനാൻസിനെ പറ്റിയൊക്കെ സെപ്പറേറ്റ് എക്സ്ക്ലൂസീവ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട വരും ദിവസങ്ങളിൽ. പക്ഷേ ഇതൊക്കെ ബേസിക് അറിയാവുന്നവർക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാം. എൻ്റെ വീഡിയോ കാണാണ്ട് തന്നെ സ്വന്തം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സിമ്പിൾ വീഡിയോ ആയിട്ട് പെട്ടെന്ന് പോസ്റ്റ് ചെയ്തത്. സോ നിങ്ങൾക്ക് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000 രൂപയുടെ കാര്യമുള്ളൂ. 1000 rupees സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. സോ ഈ ബിനാൻസിൽ സെയിം ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കായിരിക്കും പോവുക. അവിടെയും നമ്മുടെ വാലറ്റ് ഒക്കെ കാണാം. നമ്മുടെ വാലറ്റും അതിൻ്റെ ഓവർവ്യൂ ഒക്കെ അവിടെ കിട്ടും. ഇതിൽ പ്രത്യേകതയുള്ള സാധനമാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഈ ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഫസ്റ്റ് തന്നെ ബിനാൻസ് ഫ്യൂച്ചർ ഓവർവ്യൂ. ഇതിൻ്റെ കുറച്ച് ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഒരു പുതിയ കാര്യമാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ബേസിക് അറിവ് വേണം. ഞാൻ പറഞ്ഞത് കൂടാതെ ഇതൊന്ന് സമയമൊക്കെ എടുത്ത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. റെസ്പോൺസിബിൾ ട്രേഡിംഗ് എന്ന സംഭവം ഉണ്ട്. കോയിനം ഫ്യൂച്ചർ ഉണ്ട്. ദെൻ വാനില ഓപ്ഷൻസ് ഉണ്ട്. ലിവറേജ് ടോക്കൺസ്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ 2 സാധനം നോക്കിയാൽ മതി. USDSM ഫ്യൂച്ചറും കോയിനം ഫ്യൂച്ചറും. ഞാൻ കൂടുതൽ ചെയ്യുന്നത് USDMലാണ്. സോ USDM ഫ്യൂച്ചറിൽ സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെയുണ്ട്. ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരുന്നില്ല. ബിക്കോസ് ബിനാൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഈ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നുണ്ട്. തൽക്കാലം ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലായി കാണും. ഫ്യൂച്ചർ എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഫ്യൂച്ചർ ചെയ്യാൻ 1.5 ലക്ഷം രൂപ വേണം. ഇവിടെയും ആ ഫെസിലിറ്റി ഉണ്ടാവും. ഇവിടെ കുഴപ്പമില്ല. അത്ര രൂപയൊന്നും വേണ്ട. നിസാര എമൗണ്ടിന് നിങ്ങൾക്ക് ഫ്യൂച്ചർ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, നമ്മുടെ സെറോദയും അപ്സ്റ്റോക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തൊരു സാധനം നമ്മുടെ ഇവിടെ അതിഗംഭീരമായിട്ട് കിട്ടും. ലിവറേജ്, മാർജിനൽ ട്രേഡിംഗ് പോസിബിൾ ആണെന്ന്. 100% മാർജിൻ വരെ കിട്ടും. ഞെട്ടിയാവും. 100 ഇരട്ടി മാർജിൻ കിട്ടുന്നു. 1 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയുടെ പരിപാടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ലേ? ഈ മാർജിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മലയാളികൾ. മറ്റേ മാർജിൻ നിർത്തിയപ്പോൾ ഒത്തിരി പേർക്ക് വിഷമായിരുന്നു. ഇതാ
24 മണിക്കൂറും ട്രേഡ് ചെയ്യാവുന്ന ക്രിപ്റ്റോന്റെ വേൾഡിൽ 100 മടങ്ങ് ലിവറേജ് കിട്ടും. ഇനി എന്ത് വേണം? പക്ഷേ അതൊന്നും പോയി എടുക്കാൻ നിൽക്കരുത്. ഇവിടെയൊക്കെ പറയും പറ്റാവുന്ന കളസം ഇട്ടാൽ പോലെ നമ്മൾ പിള്ളേരോട് പറയും. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം ഒരു 25-50 വരെയൊക്കെ എടുക്കുക. 100-125 മടങ്ങൊന്നും എടുത്ത് അത്ര റിസ്കിലേക്ക് പോകരുത്. കൈ പൊള്ളും. ലാഭം കിട്ടുന്നത് പോലെ തന്നെ അത്ര എളുപ്പമാണ് നഷ്ടം വരാമെന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 25-50 ഒക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. 25-50 ലിവറേജ് വെച്ച് ട്രേഡ് എടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ 25 ലക്ഷം രൂപയുടെ ട്രേഡ് ക്രിപ്റ്റോയിൽ ചെയ്യാം. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ബിനാൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെങ്ങനെ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യാന്നൊക്കെ നമ്മൾ ഡെൽറ്റ പഠിക്കുമ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാം. ഇഷ്യൂ ഒക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തോട്ടെ. ബട്ട് നിലവിൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സ്ഥലമാണ്. അധികം കാശൊന്നും വേണ്ട. ബൈയും സെല്ലും ചെയ്ത് നോക്കുക, വിറ്റ് നോക്കുക. ചെറിയ എമൗണ്ട് കൊണ്ട് ട്രൈ ചെയ്ത് ലാഭവും നഷ്ടവും ബുക്ക് ചെയ്ത് ഒരു കോൺഫിഡൻസ് വരുമ്പോൾ മാത്രം നല്ല എമൗണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാം. മനസ്സിലായല്ലോ? സോ ഇതാണ് ആരെ പറ്റി പറയാനുള്ളത്, ബിനാൻസിനെ പറ്റി പറയാനുള്ളത്. എന്താ ചെയ്തതെന്നൊന്നും പറയണോ? ബിനാൻസ് ഒന്നുമില്ല. നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, KYC കംപ്ലീറ്റ് ചെയ്യുന്നു, ഫണ്ട് ആഡ് ചെയ്യുന്നു. ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട് ബിനാൻസിൽ. ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പറ്റില്ല. വോൾഡിന്നോ ഈ പറയുന്ന വസീറെക്സിന്നോ ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ വാലറ്റിൽ പോവുക. വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഫിയറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ നമ്മൾ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. സോ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. അതിൽ ബിറ്റ് കോയിനോ എതേറിയോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് ഉണ്ട്, അത് ഏത് നെറ്റ്വർക്ക്, ബിറ്റ് കോയിൻ ആണെങ്കിൽ BTC എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് തന്നെ സെലക്ട് ചെയ്യുക. ഗെറ്റ് അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്രസ്സ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സ് കിട്ടി. ഈ അഡ്രസ്സ് നമ്മുടെ കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് വേണം? വോൾഡിലേക്ക് പോവുക. വോൾഡിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? നമ്മുടെ വാലറ്റിൽ പോയി ബിറ്റ് കോയിൻ ആണെങ്കിൽ ബിറ്റ് കോയിൻ ക്ലിക്ക് ചെയ്യുക. സെൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്. സെൻഡിൽ ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഓടിച്ച് പറഞ്ഞു എന്തൊക്കെ ഈ പുള്ളി പറയണതെന്ന് ചിന്തിച്ചിരിക്കേണ്ട. 1-2 പ്രാവശ്യം കാണണം. പുതിയ മേഖലയാണ്. ഈ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ളതിൻ്റെ 100% ആണെങ്കിൽ 100% ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. മിനിമം എമൗണ്ട് ഞാൻ പറഞ്ഞു 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. സോ ഇങ്ങനെ വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. അതായത് ബിനാൻസിൽ ഡയറക്റ്റ് ഇന്ത്യൻ റുപ്പിയൊന്നും പറ്റില്ല. എന്തിനാ പറ്റുള്ളൂ? മറ്റ് കറൻസികളാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിലും ഇങ്ങനെ പ്രശ്നമുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രശ്നമാണ്. എപ്പോഴും XRP എന്നുള്ള കറൻസിയും BTT എന്നുള്ള കറൻസിയാണ് നല്ലത്. എക്സ്ചേഞ്ച് റേറ്റ് കുറവാണ്. ബിറ്റ് കോയിന് ആ മൈനിങ് ഫീസ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ട്. അത് 1000 റുപ്പീസ് എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ റേറ്റ്. അതുകൊണ്ട് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത്ര അഫോർഡബിൾ അല്ല. USDT ചെയ്യാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് USDT ആണ്. അതിനുണ്ട് 700-800 എങ്ങാണ്ട് ചാർജ്. ഫ്യൂച്ചറിൽ വരട്ടെ. ഇതിലിപ്പോൾ എന്തൊക്കെ ചെയ്യാം? ഇതിലെല്ലാം ചെയ്യാൻ തോന്നുന്നു അല്ലേ? USDT ചെയ്യാം. ഇതിൽ XRP ചെയ്യാൻ കണ്ടില്ലേ? XRP സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീഡിയോയിൽ പഠിക്കും കേട്ടോ. ഇവിടെ എടുക്കുന്ന അതേ നെറ്റ്വർക്ക് തന്നെ വേണം നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ XRPയിൽ റിപ്പിൾ എടുത്തു. സോ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. നമ്മൾ വോൾഡിലേക്കോ അല്ലെങ്കിൽ വസീറെക്സിലേക്കോ പോകുന്നു. ഇവിടുത്തെ കറൻസി ബിറ്റ് കോയിൻ മാറ്റി XRP ആക്കുന്നു. XRP സെലക്ട് ചെയ്യുന്നു. XRPയുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു ടാഗ് ചോദിച്ചിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ട്. മെമോ എന്ന് പറഞ്ഞൊരു ടാഗ് ഇവിടെ കണ്ടു. ആ ടാഗും കോപ്പി ചെയ്യുക. XRP ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അഡ്രസ്സ് മാത്രം പോരാ, ടാഗ് കൂടിയും വേണം. ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെമോ എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. അതെടുക്കുക. വോൾഡിൽ പോകുക. ടാഗ് ആഡ് ചെയ്യുക. സക്സസ്. ഇതിൽ എമൗണ്ട് 100% എത്രയുള്ളതെന്ന് വെച്ചാൽ എമൗണ്ട് ആഡ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്നും സെപ്പറേറ്റ് ഇൻഡിവിജ്വലി പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ക്രിപ്റ്റോ കറൻസി കണ്ടുപിടിച്ചത്? ഇത്തരം ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ എളുപ്പത്തിൽ ചെയ്യാനാണ്. നമ്മൾ ഇന്ത്യൻ റുപ്പി മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നതിന് പകരം എന്ത് അയച്ചു കൊടുക്കാം? XRPയോ USDTയോ BTCയോ ബിറ്റ് കോയിൻ എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അത് ഇങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത്. സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സെൻഡ് ചെയ്യാൻ ഇവിടെ ആവശ്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് IFSC കോഡൊന്നും അല്ല. എന്താണ്? ഇതിങ്ങനെ ഒരു അഡ്രസ്സാണ്. അത് നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? റിസീവ് ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലത്തുണ്ടാവും. ജസ്റ്റ് നമ്മൾ ഇത് പറഞ്ഞാൽ കോപ്പി ചെയ്താൽ മതി. ആ കോപ്പി എന്നുള്ള ബട്ടനും അവിടെയുണ്ട്. അതിലങ്ങനെ ക്ലോപ്പ് ചെയ്യുക. ഈ 2 കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തുടക്കത്തിലെ ലെറ്റേഴ്സും അവസാനത്തെ ലെറ്റേഴ്സും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിക്കോളാം, തുടക്കവും അവസാന ലെറ്റേഴ്സ് സെയിം ആണോ എന്ന്. അതാണെങ്കിൽ ധൈര്യമായിട്ട് അയക്കാം. തുടക്കത്തിൽ അയക്കുമ്പോൾ എന്ത് പറഞ്ഞു? ഏറ്റവും മിനിമം എമൗണ്ട് അയക്കാം. ക്രിപ്റ്റോയുടെ ഒരു പ്രശ്നമാണ്. എന്ത്? സെൻഡ് അഡ്രസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും പിന്നെ കിട്ടില്ല. സോ ഉറപ്പ് വരുത്തി അയക്കുക. അയക്കുന്നതിന് മുമ്പ് ചെറിയ എമൗണ്ടുകൾ, ഏറ്റവും ലീസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന എമൗണ്ടുകൾ അയച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല എമൗണ്ട് അയക്കുക. അത് ഓരോന്നിനും പ്രത്യേകത കേട്ടോ. ഇപ്പോൾ വസീറെക്സിൽ എനിക്ക് തോന്നുന്നു 100 USDT എങ്ങനെയാണ് മിനിമം ലിമിറ്റ്. മിനിമം 100 USDT വെച്ചിട്ടാണ് അയക്കാൻ പറ്റുള്ളൂ.
അതുപോലെ ബിനാൻസിനും അതിൻ്റെതായ ലിമിറ്റുകളുണ്ട്. വോൾഡിൻ്റെ ലിമിറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1000 രൂപയാണ്. 1000 ഇന്ത്യൻ റുപ്പിക്ക് മുകളിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് വരുന്ന എമൗണ്ടുകളാണ് വോൾഡിൽ അയക്കാൻ പറ്റുക. സോ ഇതാണ് ബിനാൻസും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, സോ ബിനാൻസിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, ഇതുപോലെ വാലറ്റിൽ ഫണ്ട് ആഡ് ചെയ്യുക. ഇതുപോലെ ഈ പറയുന്ന കറൻസികൾ XRPയും BTT ബിറ്റ് ടൊറന്റ് എന്ന് പറഞ്ഞ കറൻസി ഉണ്ട്. BTTയും XRP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് അതിനാണ് പൊതുവേ ചാർജ് കുറവുള്ള 2 ക്രിപ്റ്റോസ് ആണ്. ഏത് BTT XRP BTT. വീണ്ടും എടുത്തു പറയുന്നത്, നിങ്ങൾ ഈ ഫീൽഡ് പുതിയതല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോ അല്പം ലെങ്ത് ആയി പോയി, അല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾ സംശയിക്കേണ്ട. ഇതൊക്കെ നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് അറിയാവുന്നവർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ തന്നു മാത്രം. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തിനു പറയാനുള്ളത് ബിനാൻസിൽ. ഇനി സ്വന്തം ചെയ്തു നോക്കാം. ഓക്കെ, സോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആളെ പരിചയപ്പെടുത്താം. Gate.io. ഇവൻ അല്പം പ്രശ്നക്കാരനാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇവിടെയും മറ്റു കാര്യം മറക്കണ്ട, നമ്മളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം കമന്റ്സിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. ആ ലിങ്ക് വഴി തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ നമ്മുടെ റെഫറൽ ID ഇതായിരിക്കും 77686134. അതാണ് നമ്മുടെ റെഫറൽ കോഡ്. അത് കൊടുക്കുക. 7768 അതാണ് എൻ്റെ റെഫറൽ കോഡ്. ആ കോഡ് അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. ഇതിനൊക്കെ ആപ്പും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓൾമോസ്റ്റ് സെയിം പ്ലാറ്റ്ഫോമാണ്. അയ്യോ, അത് പരിചയപ്പെടുത്തിയില്ല അല്ലേ? വസീറെക്സിൻ്റെയും ബിനാൻസിൻ്റെയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണോ? ആപ്പും അവൈലബിൾ ആണ്. ഇതാണ് വസീറെക്സിൻ്റെ ആപ്പ്. ഇതിലും 3-4 ടാബുകളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ്. ജസ്റ്റ് സ്വയം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സെയിം വസീറെക്സ് ഞാൻ പറഞ്ഞു, സെയിം ഉപയോഗം. വോൾഡ് ചെയ്യുന്ന സെയിം ഉപയോഗം. പിന്നെ എന്താ ഞാൻ പരിചയപ്പെടുത്തിയത്? ബിനാൻസിൽ ഒരു എക്സ്ട്രാ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ പറ്റും. ബിനാൻസിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം. ഇനിയുള്ളതാണ് ഏതാണ്? ലാസ്റ്റ് പരിചയപ്പെടുത്തിയത് Gate.io. അതിൻ്റെയും ആപ്പ് ഉണ്ട്. ഡയറക്റ്റ് ആപ്പിൽ കയറുന്നതിന് പകരം നമ്മുടെ ലിങ്കിൽ തന്നെ കയറണം എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കോഡ് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാലാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് Gate.io. അതും കൂടുതൽ പറയുന്നില്ല. സോ Gate.io തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പ്രശ്നക്കാരനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇന്ത്യൻ ആപ്പല്ല, ചൈനീസ് ആപ്പാണ്. ചൈനീനെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയോ? ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഒരു പ്രത്യേക ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ Gate.io നിങ്ങളുടെ അടുത്ത് എത്തിച്ചത്. ബിക്കോസ് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടുകളൊന്നും ഇടാൻ നിൽക്കരുത്. എപ്പോഴാണ് ഇന്ത്യ ബാൻ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് 1-2 അടിപൊളി ഓപ്പർച്യൂണിറ്റികൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയാണ് Gate.io കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷിബ INU എന്ന് പറഞ്ഞ കോയിൻ 9 കോടി മടങ്ങാണ് ഒരു കൊല്ലത്തിൽ കൂടിയത്. അതുപോലെ പുതിയ ലിസ്റ്റ് ചെയ്യുന്ന കറൻസികൾ, ഓരോ പുതിയ കറൻസി, ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാണ് 12,000-ഓളം ക്രിപ്റ്റോ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ 12,000-ഓളം ക്രിപ്റ്റോയിൽ വോൾഡിലും വസീറെക്സിലൊക്കെ ഹാർഡ്ലി 100 ക്രിപ്റ്റോയേ ഉള്ളൂ. ബാക്കിയുള്ള കോയിൻസ് നമുക്ക് മേടിക്കണ്ടേ? ബിനാൻസിൽ വോൾഡിനേക്കായും വസീറെക്സിനേക്കായും അൽപ്പോടിയും ക്രിപ്റ്റോസ് കൂടുതലുണ്ട്. ഈ ബിനാൻസിലും ഇല്ലാത്ത ഒത്തിരി ക്രിപ്റ്റോസ് ഉണ്ട്. അത്തരം ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ് Gate.io എന്നുള്ള സാധനത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. ഈ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ചൈനയുടെയാണ്. ഫണ്ട് ആഡിങ്ങും വിഡ്രോയിലൊക്കെ കുറച്ച് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്ത്യൻ റുപ്പി ആഡിങ് ഒന്നും നടക്കില്ല. എന്ത് മാത്രമേ നടക്കുകയുള്ളൂ? ഓൺലി ക്രിപ്റ്റോ. നമ്മുടെ വോൾഡിലോ വസീറെക്സിലോ ഒക്കെ ഉള്ള ക്രിപ്റ്റോ എന്തിലേക്ക് മാറ്റാം? Gate.ioയിലേക്ക് മാറ്റാം. ആ ക്രിപ്റ്റോ വെച്ചിട്ട് വേണം ബൈ ചെയ്യാനായിട്ട്. ഏതായിരിക്കും മാറ്റാൻ നല്ലത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ XRPയോ അല്ലെങ്കിൽ BTTയോ ഉണ്ടെങ്കിൽ അതിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല USDT ഉണ്ടെങ്കിൽ USDTയും ചെയ്യാം, പക്ഷേ ഇത്തിരി ചാർജ് കൂടുതലാണ്. ഓക്കെ, അതിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് Gate.io. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, KYC ആഡ് ചെയ്യുക, ബേസിക് കാര്യങ്ങൾ ചെയ്യുക. ഫണ്ട് ആഡ് ചെയ്യുന്ന സ്ക്രീൻ എങ്ങനെ ചെയ്യാം? ഈ വാലറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ തന്നെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. സ്പൂൺ ഫീഡ് ചെയ്ത് പഠിക്കാവുന്നതല്ല. ഇത്തരം റിസ്ക് എടുക്കുമ്പോഴേക്കും നിങ്ങൾ ബേസിക് അറിയാവുന്ന ഒരാളായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ഏത് കറൻസിയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? തെതർ വേണോ? USDT ഡിഫാൾട്ട് വന്ന് കിടക്കുന്നുണ്ട്. അതിൽ ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ഡെപ്പോസിറ്റിലെ ഈ ലിങ്ക് കോപ്പി ചെയ്യുക. സോ വോൾഡിലേക്ക് പോവുക. വോൾഡിലേക്കോ വസീറെക്സിലേക്കോ പോവുക. ഈ വോൾഡിലേക്ക് വരാം. വോൾഡിൽ വന്നിട്ട് എന്ത് വേണം? വോൾഡിൽ വന്നിട്ട് നമ്മളുടെ വാലറ്റിലേക്ക് പോവുക. വാലറ്റിൽ നമ്മൾ ഏത് കറൻസിയാണോ കറൻസി ക്ലിക്ക് ചെയ്യുക. USDT ആണെങ്കിൽ USDT ക്ലിക്ക് ചെയ്യുക. സെൻഡ് എന്നുള്ള ബട്ടൺ നോക്കുക. സെൻഡ്, ഇവിടെ സെൻഡ് ബട്ടൺ ഞെക്കുക. സെൻഡിൽ നമ്മൾ ഇതുപോലെ USDT സെലക്ട് ചെയ്യുക, USDT സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി? ഇൻവാലിഡ് അഡ്രസ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇത് കണ്ടോ, ER20 എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നെറ്റ്വർക്ക്, റിസീവറുടെ നെറ്റ്വർക്കും നമ്മുടെ നെറ്റ്വർക്കും സെയിം ആയിരിക്കണം. ഈ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഏത് നെറ്റ്വർക്കാണ്? വോൾഡ് ERC20 ആണ്. നമ്മുടെ Gate.ioയിൽ പോയി കഴിഞ്ഞാൽ ഏത് നെറ്റ്വർക്കാന്ന് നോക്കിയേ, അത് ERC20. ഇവിടെ കുറേ നെറ്റ്വർക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഏത് ചെയിനാ? BTC ചെയിൻ ഉണ്ട്, എതേറിയം, ERC20.
ERC20 സെലക്ട് ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ERC20 അത് കോപ്പി ചെയ്യുക, ബാക്കിയുള്ളത് എടുക്കരുത്. ഓക്കെ, സെയിം നെറ്റ്വർക്ക് ആണെന്ന് ഉറപ്പുവരുത്തുക. വോൾഡിൽ പോകുന്നു, നമ്മൾ നേരത്തെ എടുത്ത് മാറിപ്പോയി, അതുകൊണ്ടാണ് ERC20 നെറ്റ്വർക്ക് പേസ് ചെയ്യുക. അപ്പോൾ കുഴപ്പമില്ല. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതിപ്പം ബിനാൻസിലേക്ക് ആഡ് ചെയ്താലും വേറൊരാൾക്ക് അയക്കുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. എന്താണ്? ഒന്ന്, നമ്മൾ കൊടുത്ത അഡ്രസ്സ് കറക്റ്റ് ആണെന്നുള്ളതും, രണ്ട്, സെലക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് സെയിം ആണോ എന്ന്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. റിസീവേഴ്സ് അഡ്രസ് എന്നുള്ളിടത്താണ് വോൾഡിൽ അത് കൊണ്ടിരിക്കുന്നത്. ERC20 നെറ്റ്വർക്ക്. നമ്മളീ പറയുന്ന gate.ioയിൽ പോയാലും ഈ സാധനം ERC20 ERC20 അത് സെലക്ട് ചെയ്യുക. എങ്കിലാണ് കറക്റ്റ് അഡ്രസ്സ് ഇവിടെ മാച്ച് ആവുള്ളൂ. എന്നിട്ട് എമൗണ്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് ആണെങ്കിൽ അത്ര എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഓക്കെ അടിക്കുക. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മാക്സിമം 1 മിനിറ്റ്, 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇതിലേക്ക് വരും, ഇതിൽ വരും. ഒപ്പം നമ്മുടെ മെയിൽ വരും. വോൾഡിൽ നിന്ന് ഡെബിറ്റ് ചെയ്തതിൻ്റെ മെയിലും വരും, gate.ioയിൽ ക്രെഡിറ്റ് ചെയ്ത മെയിലും നിങ്ങളുടെ മെയിലിൽ വരണ്ടാവും. ഇതൊക്കെ ചെക്ക് ചെയ്യുക. ഫണ്ട് ആഡ് ചെയ്യുക. ഫണ്ട് ആഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഇത്തരം കറൻസികൾ ബൈ ചെയ്യുക. അപ്പോൾ എന്തിനാണ് നമ്മൾ gate.io എടുത്തത്? പുതിയ ലിസ്റ്റ് ചെയ്യുന്ന കറൻസികൾ. ഇപ്പോൾ നമ്മൾ IPO എന്നൊക്കെ പറഞ്ഞല്ലേ, സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മേടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇല്ലേ? എന്താണ് IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. എന്തിനാണ് മേടിക്കുന്നത്? ആ ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറഞ്ഞ പരിപാടി കിട്ടാനാണ്. അതുപോലെ സെയിം സംഭവമാണ് ഇതിൽ. പുതിയ ക്രിപ്റ്റോ കറൻസി എവിടെയെങ്കിലുമൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അത്തരം സാധനങ്ങൾ ഇതിൽ. ഇപ്പം gate.ioയിൽ എനിക്ക് തോന്നുന്നു 1000-ലധികം ക്രിപ്റ്റോ കറൻസി ഉണ്ട്. നമ്മുടെ വോൾഡിലും വസീറെക്സിലൊക്കെ വെറും 100 ഉള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. സോ എപ്പോഴും ഈ റിസ്കി, അതായത് ന്യൂലി ലിസ്റ്റഡ് സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ കിട്ടും? gate.io കിട്ടും. അതുകൊണ്ടാണ് ചൈനയുടെ അറിഞ്ഞിട്ടും റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഈ ഫണ്ട് ആഡ് ചെയ്യാൻ എത്ര നൂലാമാലകളൊക്കെ ഉണ്ടായിട്ട് കൂടി ഏത് സജസ്റ്റ് ചെയ്യുന്നത്? gate.io സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വലിയ എമൗണ്ട് വേണ്ടെന്ന്, 500 രൂപയ്ക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 500 രൂപയ്ക്ക് 150 കോടി കോയിൻ കിട്ടുന്ന കോയിൻസ് ഉണ്ട്. ആ 1-2 കോയിൻസ് ഞാൻ പറഞ്ഞുതരാം. ബേബി ഡോജ്, അതുപോലെ നമ്മുടെ അടുത്തുള്ളതാണ്. ബേബി ഡോജിൻ്റെ 150 കോടി, ബേബി ഡോജിൻ്റെ 150 കോടി കോയിൻസാണ് കയ്യിലുള്ളത്. എങ്ങാൻ മറ്റേ സിനിമ പറയുന്ന പോലെ ബിരിയാണി കൊടുത്താലോ? എങ്ങാൻ ഇപ്പോൾ ഷിബ കോയിനൊക്കെ ഉണ്ടായ പോലെ 1 രൂപ മൊമെന്റ് ഇത്തരം കോയിനുകളിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 150 കോടി. ഈ കാശൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി കളയോ? ഓക്കെ, സോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കളയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സാധനം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സാധനം ഞാൻ പറഞ്ഞൊന്നും മേടിച്ച് പ്രശ്നത്തിലൊന്നും പോയി ചാടരുത്. വേണമെങ്കിൽ ഇതുപോലെ ലോട്ടറി, ഹീറോ ഒന്നും ഇതിന്റെ പരിസരത്ത് നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, വെറും 500 രൂപ പോട്ടെ എന്ന് വെച്ച് ഞാൻ ബിരിയാണി കഴിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ചിലവ് ചെയ്യാൻ വെച്ച കാശ് ഒരു 500 രൂപ എടുത്ത് ഇത്തരം കറൻസികൾ മേടിച്ചിട്ടാൽ എത്ര എണ്ണം കിട്ടുമെന്ന് പറഞ്ഞാൽ 150 കോടി കോയിൻ കിട്ടും. അതെങ്ങാൻ ഭാവിയിൽ 1 രൂപ എങ്ങാൻ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ആയാൽ നമ്മുടെയൊക്കെ അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അതിൽ എത്ര എമൗണ്ട് തിരിച്ചു കിട്ടും, ചൈന അപ്പോഴേക്കും ബാൻ ചെയ്യുമെന്നുള്ള റിസ്കുകളൊക്കെ അവിടെ ഉണ്ട്. ബട്ട് 500 രൂപയല്ലേ, പോട്ടെ, ചെയ്ത് നോക്കിക്കോ. അത്തരം കറൻസികളെ പറ്റി അപ്ഡേറ്റ് കിട്ടാനും ഇത്തരം അവസരങ്ങൾ, ഇതൊന്നും നിങ്ങൾ ആദ്യമായിട്ട് കേട്ടതായിരിക്കില്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടെന്നും ഇതൊക്കെ നിങ്ങളുടെ ഫിംഗർ ടിപ്പിലേക്ക് എത്താൻ വേണ്ടിയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏത് എങ്ങനെ ഇതുപോലത്തെ ന്യൂസ് വരണ്ടോ, എൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ഞാനും എൻ്റെ ടീമും ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഇരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തും മറ്റു പല സൈറ്റിൽ നിന്നൊക്കെ ഈ ഡേറ്റയും ഇതിനെപ്പറ്റി ന്യൂസൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഈ പറയുന്ന അക്കൗണ്ടുകളെല്ലാം നമ്മളുടെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല കേട്ടോ, ഈ gate.io ഞാൻ പരിചയപ്പെടുത്താൻ വേറെ 1-2 കാര്യം കൂടി ഉണ്ട്. വോൾഡ് പോലെ തന്നെ കുറച്ച് ഗുണങ്ങൾ ഇതിനുണ്ട്. ഇവിടെയും ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തരുന്നില്ല. gate.ioന്റെ 3-4 ഗുണങ്ങൾ പറഞ്ഞു തന്നേക്കാം. ഒന്ന്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. എങ്ങനെ ഇടേണ്ടത് നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചോളൂ. 2, ഏറ്റവും വലിയ ഗുണം, ഞാനിത് എടുത്തത് തന്നെ ഏറ്റവും വലിയ ഗുണം ഇതാണ്, സ്റ്റാർട്ടപ്പ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ന്യൂലി ലിസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള, ഓൾറെഡി ഒരു വാല്യൂ ഇല്ല, കോയിൻ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ടപ്പ് എന്നുണ്ട്, ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഹെൽപ്പ് ഗൈഡൊക്കെ വായിച്ചു നോക്കി സ്വയം മനസ്സിലാക്കുക. ഇതൊന്നും സെപ്പറേറ്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സംഭവത്തിനുള്ള ഫെസിലിറ്റി ഇതിലുണ്ട്. എന്താണ്? ഇറങ്ങാൻ പോകുന്ന കോയിനും ഇപ്പം ന്യൂലി ഇറങ്ങിയ കോയിനുകളും ഇതിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും വേണ്ട കേട്ടോ, 500 രൂപ പോട്ടെ, 1000 രൂപ മാക്സിമം. അത്രയും ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത് വച്ചേക്കാം. എങ്ങാം ഭാവിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടീശ്വരന്മാരാവും. അന്ന് തന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, ചെറിയ കുറച്ച് ബിറ്റ് കോയിൻസ് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ, 150 കോടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ബിറ്റ് കോയിൻ അയച്ചു തരാമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഗുണം ഇതാണ്, പുതിയ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കറൻസികളും ഇപ്പോൾ നിലവിൽ റീസെന്റ് ലിസ്റ്റ് ചെയ്ത വളരെ വില കുറഞ്ഞ കറൻസികൾ, ഇതുപോലെ 500 രൂപയ്ക്ക് 150 കോടി കോയിനൊക്കെ കിട്ടുന്ന കോയിനുകളൊക്കെ നമുക്ക് എന്തിലും മേടിക്കാം? gate.ioയിൽ മേടിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിനാൻസിൽ ചെയ്ത പരിപാടി ഇവിടെയും പറ്റും. ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ പറ്റും. അത് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഡെറിവേറ്റീവ്സ് കണ്ടു.
ഡെറിവേറ്റീവ്സ്. ഈ ഡെറിവേറ്റീവ്സ് മറ്റേ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നമ്മൾ ഏതാ എടുത്തത്? USDSM ഫ്യൂച്ചറാണ് എടുത്തത്. സെയിം സാധനം തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. Gate.ioയിൽ ട്രേഡിൽ പോവാ, ട്രേഡിൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഡെറിവേറ്റീവ്സിൽ USDSന്റെ മാർജിൻ ട്രേഡ് ഉണ്ട്. ആ സംഭവം സെലക്ട് ചെയ്യുക. അതും വളരെ ഇതിൽ കുറേ ഫാക്ടേഴ്സ് പോകുന്നുണ്ട്. ഇത് കിട്ടും അത് കിട്ടും, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ആ പേജ്. ആ പേജിലും ഇതുപോലെ ബൈയും സെല്ലും മാർജിൻ എല്ലാം ഈ സംഭവം ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാനും എത്ര എമൗണ്ട് മാർജിൻ എടുക്കുക എന്നുള്ളതൊക്കെ ഈ പേജിലുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം. ഇതൊന്നും വലിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ ഞാൻ പറയാനുള്ള കേട്ടോ. 1000 2000 ജസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്താ നഷ്ടമുള്ളത്? ഒരു നഷ്ടമില്ല. ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു തെളിവായേ നമ്മളുടെ ഗ്രൂപ്പിന്റെ മെന്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കംഫോർട്ടബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമേ. ഇനി നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഓക്കെ. സോ മൂന്നാമത്തെ ഗുണം ഇതാണ്. Gate.ioയിൽ നമുക്ക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാൻ പറ്റും. എന്തിന്റെ? ഈ പറയുന്ന ക്രിപ്റ്റോസിന്റെയൊക്കെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ 90% ഡൗട്ടുകളും അവിടെ മാറും. ഇവിടെയും ലിവറേജ് കിട്ടും. 100 മടങ്ങ് വരെ നിങ്ങൾക്ക് ലിവറേജ് കിട്ടും. ദെൻ അഞ്ചാമത്തെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1000-ൽ പരം കറൻസികൾ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഡാർക്ക് സെർച്ചിൽ ഇതുപോലെ ഏതെങ്കിലും കറൻസികളെ പറ്റി എവിടെയെങ്കിലും വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള വോൾഡിലോ വസിറെക്സിലോ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഈ പറയുന്ന Gate.ioയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വസിറെക്സിന്നോ വോൾഡിന്നോ കുറച്ച് ക്രിപ്റ്റോ ഇതിലേക്ക് മാറ്റിയിട്ട് ഇതുവഴി ട്രൈ ചെയ്ത് നോക്കാം. ഗുണങ്ങളൊക്കെ പറഞ്ഞു. ദോഷം, ഫസ്റ്റ് ദോഷം തന്നെയാണ് ചൈനയാ. എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ചൈനയുടെ എത്രമാത്രം സേഫാണ്, അതുകൊണ്ടുള്ള അങ്ങനെയുള്ള കുറച്ച് പോരായ്മകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റഡാറിൽ വെച്ചേക്കുക. ചെയ്യേണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ എമൗണ്ട് വെച്ച് ചെയ്യുക. രണ്ടാമത്തെ ഒരു പോരായ്മ ഇതാണ്, ഇന്ത്യൻ റുപ്പി ആഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം. മറ്റ് ക്രിപ്റ്റോ കറൻസികളാണ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് വരും. ബിറ്റ്കോയിനൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി ആലോചിക്കേ വേണ്ട. 1500 രൂപ ഒരു ട്രാൻസാക്ഷൻ വരും. സോ ബിറ്റ്കോയിൻ ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 2 കറൻസികളാണ് ഏതൊക്കെ? ബിറ്റ്ടോറന്റ് BTTയും XRPയും. ഇത് രണ്ടിനും പൊതുവേ താരതമ്യേന ചാർജ് കുറവാണ്. അതിപ്പോൾ ഇവൻ നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ വോൾഡിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോഴാണെങ്കിലും XRPയോ ബിറ്റ്ടോറന്റോ ഉണ്ടെങ്കിൽ ലാഭമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഡെൽറ്റ അത് അപ്രൂവ് ചെയ്തിട്ടില്ല. നമ്മൾ ഡെൽറ്റ ടീമായിട്ട് സംസാരിച്ചു. അവർ പ്രോസസിങ് സ്റ്റേജിലാണെന്ന് പറയുന്നത്. വൺസ് XRPയോ BTTയോ ഡെൽറ്റ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെൽറ്റയിൽ ട്രേഡിംഗ് തുടങ്ങും. ഏറ്റവും സുഖം ഡെൽറ്റ തന്നെയാണ്. ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ അല്പം ലാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ ഉള്ള ഒരു സ്ഥലമാണ് ക്രിപ്റ്റോ. ഓൾറെഡി ഇപ്പൊ തന്നെ നമ്മൾ എന്തോരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. 500 രൂപയ്ക്ക് 150 കോടി കോയിൻ കിട്ടുന്ന കഥ വരെ നമ്മൾ പറഞ്ഞു. എൻ്റെ 150 കോടിയുള്ള കോയിൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അത് പറഞ്ഞുതരാം. അത് ബേബി ഡോഗ് ആണ്. ജസ്റ്റ് കാണിച്ചു തരാം. ബേബി ഡോഗ് BABY എന്നടിക്കുമ്പോൾ തന്നെ വരും ബേബി ഡോഗ് എന്ന് പറഞ്ഞ് കോയിൻ വന്നു. ഇതാണ് നമ്മുടെ ഉള്ളത്. അതിൻ്റെ വില നോക്കി നിങ്ങൾ. ബേബി ഡോഗിൻ്റെ USDTയിലാണോ മേടിക്കാൻ പറ്റുള്ളൂ. സോ USDTയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം മേടിക്കാൻ. USDTയിലെ വില നോക്കിയേ 90.0009002. ദാറ്റ് മീൻസ് ഏകദേശം 500 രൂപയ്ക്ക് 150 കോടി കോയിൻ കിട്ടും ബേബി ഡോജ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ബേബി ഡോജ് മേടിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൂടാനുള്ള കോയിൻസ്, പെന്നി കോയിൻസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കോയിൻ കിട്ടും. എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ക്രിപ്റ്റോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ പരിചയത്തിൽ അവരോടൊക്കെ റെക്കമെൻഡേഷൻ ചോദിക്കുക. ബേബി ഡോജ്. ഇനി എന്താ ഞാൻ പറയാം, വോൾഡിൽ സാധനം ഉണ്ടോ നോക്കിയേ. വോൾഡിൽ ഇൻസ്റ്റന്റ് ബൈ അല്ലെങ്കിൽ പ്രോ ട്രേഡിങ്ങിലാണെങ്കിലും നമ്മൾ എക്സ്ചേഞ്ചിൽ പ്രോ ട്രേഡിങ്ങിലായി പോലും ഇല്ല. പ്രോ ട്രേഡിങ്ങിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ബേബി സെർച്ച് ചെയ്യുമ്പോൾ സാധനമില്ല, വോൾഡിലില്ല. സോ ബേബി ഡോഗ് കിട്ടണമെങ്കിൽ എവിടെ തന്നെ പോകണം? Gate.io പോകണം. ഇതിലും ഇല്ല. ബിനാൻസ് നോക്കണോ? ബിനാൻസിലും മാർക്കറ്റിൽ പോയിട്ട് ബേബി അടിച്ചു കൊടുക്കുമ്പോൾ ബേബി ഇല്ല. സോ നിങ്ങളും ഇതുപോലെ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത്ര റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന സാധനമാണ്. സോ ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഈ Gate.ioനെയും നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ അവസരങ്ങളൊക്കെ മിസ്സാകാതിരിക്കാൻ പെട്ടെന്ന് നമ്മുടെ ലിങ്കുകളിൽ പോയി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആയിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഭാവിയിൽ എങ്ങനെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ കോടീശ്വരന്മാരാവുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ ശ്രമിക്കുക. നമ്മുടെ കോൺടാക്ട് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ടീമും ഫുൾ സപ്പോർട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.